ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി തട്ടുകട റെസിപ്പി റെഡിയാക്കിയാലോ. തട്ടുകടയിൽ കിട്ടുന്ന കപ്പ മുട്ട ബിരിയാണി. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ആദ്യം കുറച്ച് കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് പോകരുത്, അതിനു മുമ്പ് നമ്മൾ ഊറ്റിയെടുക്കണം. ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 മുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചിക്കിയെടുക്കണം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുട്ട റെഡി ആയിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വലിയ വലിയ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്